ഹലോ സുഹൃത്തുക്കളെ, മലപ്പുറം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് ഈ ഒരു ഭാഗത്ത് കുറ്റിപ്പുറം പാലത്തിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറം ബ്രിഡ്ജ് മിനി പമ്പ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ നീള എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കുറ്റിപ്പുറം പാലം. അപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഒരു വർക്കുകൾ, പുതിയ അപ്ഡേഷനുകൾ കാണിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കമൻറ്റിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കുറ്റിപ്പുറം ബ്രിഡ്ജിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കുറ്റിപ്പുറം ബ്രിഡ്ജിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കുറ്റിപ്പുറം ബ്രിഡ്ജിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് പിയർ ക്യാപ്പും അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഈ ഒരു സൈഡിൽ നടക്കുന്നത്. ഇതൊക്കെയാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വിശദ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ ആയിട്ട് ഇറങ്ങിയാണ്. ഇന്ന് വെള്ളിയാഴ്ച. ഓക്കെ, ഇന്ന് തന്നെയാണ് നമ്മളെ ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഞാൻ ഇവിടെ നടന്ന ഭാഗങ്ങളൊക്കെ അടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സൈഡിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നത്. വർക്കുകൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകൾ നല്ല അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെ തൊഴിലാളികളൊക്കെ നമ്മളൊക്കെ അങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ട് ബ്രിഡ്ജിൻ്റെ ഗ്യാപ്പിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം. പഴയതിൻ്റെയും പുതിയതിൻ്റെയും ഗ്യാപ്പിലൂടെ രണ്ട് പാലങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വോയിസ് ലൈവ് വോയിസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാഹനത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളായിട്ട് കേൾക്കാൻ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ലൈവ് വോയിസ് ആയിട്ട് കാണുമ്പോൾ നമുക്കിവിടെ കാണുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് പിന്നീട് കൂടുതലും നമ്മുടെ വോയിസുകളൊക്കെ ലൈവ് വോയിസുകളാണ് ഉണ്ടാവാറ്. അപ്പോൾ കാണുന്ന കാര്യങ്ങൾ അപ്പോൾ പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ വോയിസുകൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയ പാലവും പഴയ പാലവും കൂടിയുള്ള ഗ്യാപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വർക്കുകൾ, തകൃതിയായിട്ടുള്ള വർക്കുകൾ തന്നെ നടക്കുന്നുണ്ട്. താഴെ അത്യാവശ്യം വെള്ളവും ഒലിച്ചു പോകുന്നു. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടുന്ന് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ള വീഡിയോകളിലൊക്കെ ഇവിടുത്തെ സാഹചര്യം കണ്ടിരുന്നു. അപ്പോൾ വർക്കുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ. നിന്നാണ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു വീതിയുള്ള പാലമല്ല, കുറ്റിപ്പുറം പാലം വലിയൊരു വീതിയുള്ള പാലമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു പാലം വരുന്നതോടുകൂടി വലിയൊരു ആശ്വാസം തന്നെ ഇവിടുത്തെ റോഡിനുണ്ടാകും. പിന്നെ 6 ലൈനാണ് നമ്മൾ ഈ ഒരു പുതിയ പാലം വരുന്നത്. 6 വരി പാതയാണ് വരുന്നത്. ഇവിടെ മെയിൻ സ്ലാബ് ചെയ്യാനുള്ള കമ്പികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഗർത്തറുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കമ്പികൾ ചെയ്യാനുള്ള പരിപാടികളിലാണ്. ഇതാണ് കുറച്ചും കൂടി നടുവിലേക്ക് വരുമ്പോൾ, സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഒരു കാഴ്ചകൾ ഇതാണ്. ഇതാ മെയിൻ സ്ലാബ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ സ്ലാബ് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലേക്കുള്ള ഗർത്തറുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ജോയിൻറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ സെൻറ്ററിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകട്ടോ. ആ ഒരു ഭാഗത്ത് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുഴയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഗർട്ടറുകൾ വിരിച്ച് വെച്ച് നല്ല അടിപൊളിയാക്കി ഗർട്ടറുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ മൊത്തം, അതായത് ആ തലക്കുന്ന് മുതൽ ഈ ഒരു തല, അതായത് സെൻറ്റർ ഭാഗത്ത് വരെയുള്ള സ്ഥലങ്ങൾ ഗർട്ടറുകൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. മേലെ ഗർട്ടറുകൾ ജസ്റ്റ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് സൈഡിലെ ഗർട്ടറുകൾ ജോയിൻ്റ് ആക്കിയിട്ടില്ല. ഇത് ജസ്റ്റ് വെച്ച് പോയിട്ടുള്ളൂ. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളെ പഴയ പാലാണ് ആ കാണുന്ന പാലം. ഇനി കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്നിടത്തോളം പോകും. ഇവിടെയൊക്കെ നല്ല ചെളിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ മൊത്തം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ചെളിയാണ്, നല്ല ചവിട്ടിയിട്ട് താന്ന് പോകുന്നുണ്ട്. ചില സ്ഥലങ്ങൾ ഇവിടെയൊക്കെ കുറച്ച് കല്ലൊക്കെ ഉണ്ട്, ചില സ്ഥലങ്ങൾ താന്നുണ്ട്. അപ്പോൾ പോകാൻ പറ്റുന്നിടത്ത് വരെ പോയിട്ട് നമ്മൾ അതിൻ്റെ വിഷ്വലൊക്കെ നമുക്ക് കാണിക്കും. അതായത് കുറ്റിപ്പുറം പാലത്തിൻ്റെ ഫുൾ ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് കുറ്റിപ്പുറം പാലം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം വെള്ളമാണ്, നമുക്ക് നടക്കാൻ പറ്റില്ല. ഇതുവരെ നമ്മളിപ്പോൾ വന്നു. ഇത്രയും ഭാഗത്ത് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. പുഴയുടെ ഒരു സെൻറ്റർ ഭാഗത്താണുള്ളത്. അപ്പോൾ വെള്ളം മൊത്തം ഈ ഒരു സൈഡിലേക്കാണ് ഒഴുകുന്നത്. ഒഴുകാൻ സൗകര്യപ്പെടുത്തിക്കേണ്ട ആ ഒരു സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് എന്നൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മൾ പൈലിംഗ് ഒക്കെ ഇവിടുത്തെ കാണിച്ചതായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിലങ്ങനെ ഒതുങ്ങി കിടക്കുകയാണ്. കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിയിലാണല്ലോ കേട്ടോ. ഇവിടെ കണ്ടു നോക്കി, ഇതാണ് കാഴ്ച. ഇവിടുന്ന് നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റൂല. അത്യാവശ്യം ആഴക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല. കുറ്റിപ്പുറം പഴയ പാലമാണ് കേട്ടോ. നമ്മളൊരു വിശദീകരിച്ചൊരു വീഡിയോ തന്നെയാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും പഴയ പാലമാണ് ഈ ഒരു കാണുന്ന പാലം. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ. നമ്മൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കണം. അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ മാക്സിമം ഉഷാറാക്കിയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഭാഗത്തൊക്കെ മെയിൻ സ്ലാബിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എന്തായാലും നിങ്ങളോട് ക്ഷമയോടെ കാത്തിരുന്ന് കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം. നമ്മൾ ഓരോരോ വീഡിയോയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തി ഒന്നും കൂടി ഉഷാറാക്കി കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ആ ഒരു വിശ്വാസം നിങ്ങളെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് മെയിൻ സ്ലാബിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ളത്. 3 ഗ്യാപ്പുകളിലായിട്ടാണ് ഇപ്പോൾ ഇവിടെ മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കുറ്റിപ്പുറം പാലം കണ്ടോളി. കുറ്റിപ്പുറം പാലം ഇത്രയും ദൂരത്തു നിന്ന് കാണിച്ചു തന്നാൽ അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടോട്ടേ വെച്ചിട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? ഓ അടിപൊളിയല്ല. എന്തായാലും അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണ് എന്ന് പറയണം. ഇതാണ് കുറ്റിപ്പുറം പാലം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്താലോ. നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആരൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.